VC നിയമനത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ. സാങ്കേതിക സർവകലാശാല വിസിയായി സിസ തോമസിനെ നിയമിക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഗവർണറുടെ സത്യവാങ്മൂലം. ഡോക്ടർ പ്രിയാചന്ദ്രനെ ഡിജിറ്റൽ സർവകലാശാല വിസിയായി നിയമിക്കണം. കോടതി നേരത്തെ റദ്ദാക്കിയ പേരാണ് മുഖ്യമന്ത്രി നൽകിയതെന്നും മുഖ്യമന്ത്രി മെറിറ്റ് അട്ടിമറിച്ചുവെന്നും ചാൻസലർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ നീക്കം. വിവരങ്ങളുമായി PR അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, ഗവർണർ എങ്ങനെയാണ് ഈ അസാധാരണ നടപടിയിലേക്ക് നീങ്ങിയത്? VC നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കവെയാണ് പുതിയ നീക്കം ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പുതിയ സത്യവാങ്മൂലം ഗവർണർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ സത്യവാങ്മൂലത്തിൽ ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കേതിക സർവകലാശാല VCയായി സിസ തോമസിനെ നിയമിക്കണം, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല VCയായി ഡോക്ടർ പ്രിയാചന്ദ്രനെ നിയമിക്കണമെന്നതാണ് ഗവർണർ ഇപ്പോൾ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ മുഖ്യമന്ത്രി നൽകിയ രണ്ട് പേരുകളും മാറ്റിവെച്ചുകൊണ്ടാണ് ഗവർണർ രണ്ട് സർവകലാശാലയിലേക്കും ഇപ്പോൾ പുതിയ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ചില കാരണങ്ങളും ഗവർണർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി മെറിറ്റ് അട്ടിമറിച്ചു എന്നതാണ് ചാൻസലർ ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സിസ തോമസിന്റെ പേര് മുഖ്യമന്ത്രി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇതിനുവേണ്ടി മുഖ്യമന്ത്രി തന്നോട് അറിയിച്ചത് സിസ തോമസ് സർവകലാശാലയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി റിപ്പോർട്ടിൽ കാട്ടി എന്നതാണ് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനുവേണ്ടി ചില മാധ്യമ വാർത്തകളടക്കം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചുവെന്നും ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റു പേരുകൾ മുഖ്യമന്ത്രി നൽകിയ പേരുകൾ സജി ഗോപിനാഥിന്റെയും MS രാജശ്രീയുടെയുമായിരുന്നു. എന്തായാലും ഈ പേരുകൾ ഒഴിവാക്കിയതിനും ചില കാരണങ്ങൾ ഗവർണർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജശ്രീയുടെ നിയമനം നേരത്തെ തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയതാണ്. അതേസമയം സജി ഗോപിനാഥിന്റെയും ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ നിലവിലുണ്ട് എന്നതാണ് ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ നൽകിയ പേരുകൾ അത് അംഗീകരിക്കണം, അവരെ VCമാരായി നിയമിക്കണമെന്ന് കൂടി ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ഗവർണർക്കെതിരെ സുപ്രീം കോടതി ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതിൽ പ്രധാനമായും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരം നടപടികൾ വൈകുന്നത്. കാരണം ഈ VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദൂലിയ അധ്യക്ഷനായ സമിതിയെ സുപ്രീം കോടതി രൂപീകരിച്ചു. ഈ സമിതി ആദ്യം മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ട് പിന്നീട് ഗവർണർക്ക് നൽകുകയും ഗവർണർ അതിനനുസരിച്ച് നിയമനം നടത്തണമെന്നുമായിരുന്നു സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നത്. എന്തായാലും നാളെ ഈ സത്യവാങ്മൂലം അടക്കം പരിഗണിച്ച് എന്തായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനമെന്നതാണ് നിർണായകമാവുക.